സാർ ഇവിടെ നമ്മുടെ MLA ഹൗസിലെ ഒരു ജീവനക്കാരുണ്ട് സാർ, രവീന്ദ്രൻ നായർ. നമുക്കെല്ലാം അറിയുന്ന ആളാണ്. നമ്മുടെ അസിസ്റ്റന്റ് മാനേജറുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ YF-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളാണ് സാർ. CP-യുടെ ലോക്കൽ സെക്രട്ടറിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ ഈ പാവം കുടുങ്ങിക്കിടന്നത് 42 മണിക്കൂറാണ് സാർ. 42 മണിക്കൂർ ഒരു മനുഷ്യൻ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നിട്ട് ഒരാൾ അന്വേഷിക്കാനുണ്ടായില്ല. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാ. ഒരുപാട് അകലെ, ഒരുപാട് കാലം മുമ്പ് നടന്നൊന്നും അല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ആ മനുഷ്യനോട് ഞാൻ സംസാരിച്ചു സാർ. അങ്ങയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ആ ഇരുണ്ട വെളിച്ചത്തിൽ ഒരു പകലും ഒരു രാത്രിയും കഴിഞ്ഞിട്ടും ആരും അന്വേഷിച്ചു വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ബോധം മറയുമെന്ന ഒരു ഘട്ടത്തിൽ ഭാര്യയ്ക്ക് അദ്ദേഹം മരണമൊഴി എഴുതി വെച്ചു സാർ, കയ്യിലുണ്ടായിരുന്ന ചെറിയ കടലാസിൽ. ആ രവീന്ദ്രൻ നായർ സാർ, ഇത് 42 മണിക്കൂർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ ഒരാൾ കുടുങ്ങിപ്പോയിട്ട് അറിഞ്ഞില്ല, ആരും തിരക്കിയില്ല, ആരും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ എന്റെ 12-13 മിനിറ്റ് ഇനി അവതരിപ്പിക്കുന്ന അടിയന്തര പ്രമേയത്തിന്റെ പോലും ആവശ്യമില്ല സാർ. ഈ ഒരൊറ്റ സംഭവം ഈ ഉത്തരവാദിത്ത രാഹിത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ സാർ. സാർ, ഇവിടെ ചാലക്കുടിയിലെ ശ്രീ സനീഷ് കുമാർ MLA പറഞ്ഞു, അനീറ്റ 10 വയസ്സുള്ള പെൺകുട്ടി അടുത്താണ് വയറുവേദനയുമായിട്ട് ആശുപത്രി ചെന്നു. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് അവിടേക്ക് കുറിപ്പ് കൊടുത്ത് അയച്ചു. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഗ്യാസിന്റെ ഗുളിക കൊടുത്ത് തിരിച്ചയച്ചു. കുട്ടി മരണപ്പെട്ടു. സാർ, ഇങ്ങനെ ഈ അടിയന്തര പ്രമേയത്തിൽ ഈ വീഴ്ചകളെല്ലാം കൂടെ പറയാൻ സമയം അനുവദിക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി മാത്രം സമയം മാറ്റിവെച്ച് ഞാനിവിടെ നിന്ന് സംസാരിക്കാം, ചർച്ച ചെയ്യാം. ഇത് കുറച്ച് സമയം ഉള്ളതുകൊണ്ട് മാത്രമാണ് സാർ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഈ സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തിയത്. സാറ്, നമ്മൾ പ്രാഥമിക ആരോഗ്യ രംഗത്ത് മികച്ചു നിന്നിരുന്ന കേരളം ഇന്ന് വേറൊരു കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തേക്ക് വരികയാണ്. അതായത് രോഗികൾ സ്വകാര്യ ആശുപത്രികളെ കൂടുതലായി ആശ്രയിക്കുമ്പോഴാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഉണ്ടാകുന്നത്. അവിടെയോ ഈ സ്വകാര്യ ആശുപത്രികൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം നിലവിലുണ്ടെങ്കിൽ പോലും അത് ആ രോഗികളെ അവർ കൊള്ളയടിക്കുകയാണ് സാർ. സാർ, ഇവിടെ ഈ പകർച്ചവ്യാധി പ്രതിരോധമെല്ലാം പാളുകയാണ്. സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് ആശാമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ തയ്യാറാകണം സാർ. സാർ, ഇവിടെ പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ താളം തെറ്റുകയാണ്. ഈ വാർഡ് വഴി വിതരണം ചെയ്യുന്ന 10,000 രൂപ കേന്ദ്ര സർക്കാർ ഗുരുതരമായി വീഴ്ച വരുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ബദൽ കണ്ടെത്തുന്നില്ല. പകരം എന്താണ്? വാർഡ് തല ശുചിത്വ സമിതികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാവുകയാണ്. ആശാപ്രവർത്തകരുടെ അഭാവം പ്രോഗ്രാമുകളുടെ താളം തെറ്റുന്നതിന് കാരണമാകുന്നുണ്ട് സാർ. ഇവിടെ ആരോ പറയുന്നത് കേട്ടു, അവിടുത്തെ സമരം അവർ തള്ളിപ്പറയുന്നതിന്റെ ഒരു കാരണമായി പറഞ്ഞത് അവിടെ 400 ആശമാരെ പങ്കെടുക്കുന്നുള്ളൂ എന്നാണ്. സാർ, ഇനി അല്ല, ഞാൻ പറഞ്ഞത് ആരോഗ്യ മേഖലയിൽ ആശക്കാരും പറയാൻ പറ്റും സാർ. ഞാൻ അര സെക്കൻഡ് അതുകൊണ്ട് പറയാം, അങ്ങനെ അതേ പറയത്തുള്ളൂ സാർ. 400 പേരെ പങ്കെടുക്കുന്നുള്ളൂ. 26,000 പേരും അവിടെ വരണോ? ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ജീവനക്കാരുടെ ഒരു വിഷയം സമരമായി ചെയ്യുമ്പോൾ 5 ലക്ഷം സർക്കാർ ജീവനക്കാരും വന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്താലേ നിങ്ങൾ അത് കേൾക്കുള്ളൂ. അങ്ങനെയാണോ അതിന്റെ ന്യായം? സാർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സാർ, അതുമായി ബന്ധപ്പെട്ട് നിലവിൽ 1550 കോടി രൂപയാണ് ആശുപത്രികൾക്ക്, സ്വകാര്യ ആശുപത്രികൾക്ക് കുടിശ്ശികയായി. പിന്നെ മൊത്തത്തിൽ കുടിശ്ശിക 1550. അതിൽ സ്വകാര്യ ആശുപത്രികൾക്ക് 350 കോടി, സർക്കാർ ആശുപത്രികൾക്ക് 1200 കോടി. ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു അതിലൊരു പ്രശ്നമില്ലെന്നാണ്. സാർ, ആ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ 1550 കോടി രൂപ കുടിശ്ശികയായത് കാരണം സ്വകാര്യ ആശുപത്രികൾ ആ രോഗികളെ അതിൽ ഉൾക്കൊള്ളുന്നില്ല. സർക്കാർ ആശുപത്രികൾ ഇത് പ്രതിസന്ധിയിലാവുകയും ചെയ്തു. സാർ, മരുന്ന് സംഭരണം ബഹുമാനപ്പെട്ട PK ബഷീർ MLA-ക്ക് നിയമസഭയിൽ നൽകിയ മറുപടിയിൽ തന്നെ 700 കോടി രൂപ മരുന്ന് സംഭരണവുമായി ബന്ധപ്പെട്ട് കുടിശ്ശികയുണ്ടെന്ന് സർക്കാർ തന്നെ പറഞ്ഞിരിക്കുകയാണ് സാർ. 2024-ൽ 284 കോടി രൂപ, 25-ൽ 383 കോടി രൂപ, മുൻപുള്ള വർഷങ്ങളിലൂടെ കൂട്ടി ഏതാണ്ട് 700 കോടി രൂപ മരുന്ന് സംഭരണവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ കുടിശ്ശികയാണ് സാർ. അത് കാരണം പ്രധാനപ്പെട്ട കമ്പനികൾ ടെൻഡറിൽ പങ്കെടുക്കാൻ വരുന്നില്ല. ആശുപത്രികളിൽ മരുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ലാത്തതിന് പേരിൽ അവിടുത്തെ MPയും ഡോക്ടർ MK മുനീറും ജനപ്രതിനിധികളും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ നിരാഹാര സമരം നടത്തിയില്ലേ സാർ. തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ മരുന്നില്ല എന്ന് പറഞ്ഞ് ഇന്നത്തെ പത്രത്തിൽ, സാർ അങ്ങ് പറയുന്ന ഒരുപാട് മുമ്പത്തെയാണെന്ന്, ഇന്നത്തെ പത്രത്തിൽ മരുന്ന് ക്ഷാമത്തെ സംബന്ധിച്ച്
കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ച് ഒക്കെ വാർത്തകൾ ഇന്ന് തന്നെ വന്നിട്ടില്ലേ സാർ? സാർ അതുകൊണ്ട് സാറ് മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഞാൻ ഈ വിഷയമല്ലാതെ ഒന്നും പറയുന്നില്ല സാർ. സാർ ഇവിടെ നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് സാർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച മെഡിക്കൽ കോളേജാണ്. സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ട്, പ്രതിസന്ധിയിലാണ്. അതുപോലെ തന്നെ കോന്നി മെഡിക്കൽ കോളേജ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെയുള്ള ഒരു മെഡിക്കൽ കോളേജാണ് സാർ. അവിടെയും അവസ്ഥ ദയനീയമാണ് സാർ. സാർ എന്റെ ജില്ലയിലുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, കൊല്ലം മെഡിക്കൽ കോളേജ് സാറ് ലോകത്ത് ഏതെങ്കിലും ഒരാശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ അവിടെ സൗകര്യമില്ല. വയനാടും അങ്ങനെ തന്നെയാണെന്ന് IC ബാലകൃഷ്ണൻ പറയുന്നു. സാർ അത് കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താണ് സാർ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സാർ കാലത്ത് തുടക്കം കുറിച്ചതല്ലേ സാർ? സാർ ഇത് ഞാൻ